സ്ഥലം തേടി പോയിക്കൊണ്ടിരുന്ന ഒരു ടീമിന്റെ കാർ ഒരു മൺകൂനയിൽ ഇടിച്ചു. അവര് താഴേക്ക് നോക്കിയപ്പോ കാറിന്റെ ഉള്ളിലേക്ക് ഉറുമ്പുകൾ വരുന്നത് കണ്ടു. അവരിടിച്ചത് ഉറുമ്പുകളുടെ മൺകൂനയാണെന്ന് മനസ്സിലാക്കി എല്ലാവരും ചെതറിയോടി. ഒരു കൂനയാണ് ഇടിച്ചതെങ്കിലും ആ നാട്ടിലെ എല്ലാ കൂനയിൽ നിന്നും ഉറുമ്പുകൾ ഒഴുകി വരാൻ തുടങ്ങി. മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന ഉറുമ്പുകളായിരുന്നു അത്. അവർ ഓടുന്നിടത്തേക്ക് പിന്തുടർന്ന് ഉറുമ്പുകളും വരാൻ തുടങ്ങി. എന്നാൽ ആ സമയം അവരുടെ കയ്യിലുള്ള ഒരു ക്രിസ്റ്റൽ തലയോട്ടി പിടിച്ചു വാങ്ങാനായി പട്ടാളക്കാർ പുറകെ വന്നു. അവര് ചന്ത പിള്ളേരെ പോലെ അവിടെ കിടന്ന് അടിയുണ്ടാക്കുന്ന സമയം ഒരാൾ അയാളുടെ കയ്യിലെ ക്രിസ്റ്റൽ തലയോട്ടി എടുത്ത് ഉറുമ്പുകളുടെ നേരെ കാട്ടി. അതോടെ ഉറുമ്പുകൾ അവരുടെ നേർക്ക് വരുന്നില്ല, വട്ടം കൂടി മാറി നിന്നു. തലയോട്ടിയുടെ പവർ കാരണം അവരെ ഉറുമ്പുകൾ ഒന്നും ചെയ്തില്ല. അപ്പോഴേക്കും അവർ ആ പട്ടാളക്കാരെ എല്ലാം അടിച്ചു തൂറ്റിച്ച് ഉറുമ്പുകൾക്ക് തിന്നാൻ കൊടുത്തു. അവര് അടിഭാഗം ബോട്ട് പോലെയുള്ള ഒരു വണ്ടിയിൽ കയറി നേരെ കൊക്കയിലേക്ക് ചാടി. അതിന്റെ ചെരുവിലായി നിന്നിരുന്ന മരത്തിലൂടെ പതി ഇറങ്ങി വെള്ളത്തിലേക്ക് വീണു. ബോട്ടിലൂടെ പോകുന്നത് പോലെ അവർ വണ്ടിയിൽ പോയപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തിയിരുന്നു. 3 വെള്ളച്ചാട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ 2എണ്ണത്തിലൂടെ സേഫായി താഴെ എത്തി. എന്നാൽ മൂന്നാമത്തെ ചാട്ടത്തിൽ അവരുടെ വണ്ടി ചത്തുപോയി. അവര് നടന്ന് ഒരു ഗുഹയുടെ ഉള്ളിലെത്തി. ഗുഹയുടെ ചുമരിലുള്ള ചിത്രങ്ങളിൽ നിന്ന് അവർക്ക് മനസ്സിലായത് 5000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഏലിയൻസ് വന്നിട്ടുണ്ട് എന്നായിരുന്നു. അവരുള്ളിലേക്ക് പോകുന്നതനുസരിച്ച് ഗുഹയുടെ ചുമരിലുള്ള മണ്ണിന്റെ പുറ്റുകൾ പതിയെ പൊളിയാൻ തുടങ്ങി. അതിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് കാട്ടുവാസികൾ പുറത്തേക്ക് വന്നു. കാട്ടുവാസികൾ അവരെ ആക്രമിക്കാനായി വന്നപ്പോ വീണ്ടും ആ ക്രിസ്റ്റൽ തലയോട്ടി അവർക്ക് നേരെ കാട്ടി. അതോടെ എല്ലാവരും പേടിച്ച് കണ്ടം വഴി ഓടി. വീണ്ടും മുന്നോട്ടേക്ക് നടന്ന് അവരെത്തിയത് നഗരത്തിന്റെ നടുവിലുള്ള ഒരു അമ്പലത്തിലായിരുന്നു. ആ മതിലുകളിൽ മനുഷ്യ തലയുടെ പ്രതിമകൾ കണ്ട് അതെല്ലാം കല്ലുകൊണ്ട് അടിച്ചു പൊട്ടിച്ചത് തകർത്തു. അതോടെ അവരൊരു പ്രത്യേക അറ തുറന്ന് അവിടേക്ക് വീണു.